ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ നിൽക്കുന്നത് ഒരു ഗൂഗ എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നതിനുള്ളൊരു കാര്യമാണ്. പിന്നെ ഉള്ളൊരു കാര്യം കിളിയെക്കുറിച്ച് ആണ്. കിളിയുടെ അവസ്ഥ ഞാൻ സത്യം പറഞ്ഞാൽ അത് ഷോർട്സിലും വീഡിയോസിലും നമ്മൾ അവനായിട്ട് ഒരു വീഡിയോ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ ഷോർട്സും ആ എഡിറ്റ് ചെയ്തൊരു ഷോർട്സ് അത് മാത്രമേ അവന് ഇതായിട്ടുള്ളൂ. പിന്നെ ഒരാളുണ്ട് ഇതുവരെ കാണിച്ചിട്ട് പോലുമില്ല. അതൊരു ഗേളാണ്. അതെ, ഫീമെയിൽ ക്യാരക്ടർ. അത് നമ്മുടെ ഗൂഗിളിൽ വരുന്നുണ്ട്. പിന്നെ ഇനി വരാൻ പോണ ഈ ഷോർട്ട് ഫിലിംസിനെയും കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മാത്രമല്ല കുറെ നാളായി ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ കിട്ടിയിട്ടല്ലേ ഒരുമിച്ച് ഇതിനു മുന്നേ വന്ന മറ്റേ അനൗൺസ്മെന്റ് അതല്ലാതെ ഒരു വീഡിയോ ഇൻട്രൊഡക്ഷൻ ലാസ്റ്റ് വന്നു. ശരിയാണ്, നമ്മളെ മൂന്നുപേരും ഒരുമിച്ച് ആ വീഡിയോ മാത്രമേ. അതെ. അപ്പം ഗൂഗ ഡിലേ ആവുന്നതിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മെയിലൊക്കെ ടീസർ ഇറക്കാന്ന് വിചാരിച്ച് നമ്മുടെ ഫസ്റ്റ് ലുക്കും ടീസറും ആ മാസത്തിൽ ഇറക്കാന്ന് വിചാരിച്ച്. ശരിക്കും റിലീസ് നമ്മള് ഫസ്റ്റ് സിംഗിൾ ഇട്ട അന്നായിരുന്നു റിലീസ് പ്ലാൻ ചെയ്ത. മാത്രല്ല ടീസറൊക്കെ ജൂണിൽ ഇറക്കാന്ന് വിചാരിച്ചു. മാത്രമല്ല നമുക്ക് അധികം ബഡ്ജറ്റിൽ ഇറക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതും ഉണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നം. നമ്മള് ഏപ്രിലിൽ തുടങ്ങിയ ഷൂട്ടാണ്. എത്ര ഏപ്രിൽ 1-ാം തീയതി പറ്റിയില്ല, 2-ാം തീയതി ഫുള്ള് കുളമായി. അങ്ങനെ 2, 3, 4 എടുത്ത്. പക്ഷെ അതൊക്കെ പിന്നെ ഡിലീറ്റ് ചെയ്ത് തുടങ്ങി. നമ്മള് 3 വട്ടം എങ്ങാണ്ട് നമ്മള് റീടേക്ക് ചെയ്തു. 3 തവണ ഫുൾ മൂവി ഷൂട്ട് ചെയ്തു. ഫുൾ മൂവി കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തില്ല. പകുതി ആവുമ്പോഴത്തേക്ക് നമുക്ക് സാറ്റിസ്ഫൈ ആയിട്ട് വന്നില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഷൂട്ട് ചെയ്യും. പിന്നെ തുടങ്ങിയ പിന്നെ ഏപ്രിൽ ലാസ്റ്റിലാണ് പിന്നെ മാത്രമല്ല ഓരോ പേരുടെ ഹെയർ സ്റ്റൈല് മാറിപ്പോയി, അവരുടെ ലുക്ക് മാറിപ്പോയി. ഈ ഗൂഗയുടെ പ്ലാൻ തുടങ്ങുമ്പോ ചേട്ടൻ ഇത്രയും മീശയില്ല. മുടി സമയത്ത് നല്ല മുടി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി വളർത്തി. അത് അങ്ങനെയാണ് ഈ മുടി ഇങ്ങനെ ആയിപ്പോയത്. നമ്മുടെ മുടിയുടെ ഷേപ്പ് ഒക്കെ മാറിപ്പോയി. ഇവന്റെ മുടിയുടെ ഷേപ്പ് മാറി. നേരത്തെ ഇങ്ങനെ ആയിരുന്നു. നിങ്ങക്ക് പണ്ടത്തെ ഇടയൊക്കെ എടുത്തോ ഇങ്ങനെ എഴുതിരുന്നു. ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയി. എനിക്ക് ഇപ്പൊ ഓരോ ഇത് ചെയ്ത് എല്ലാ ഹെയർ സ്റ്റൈലും എന്റെ മുടി ആകുന്നുണ്ട്. അപ്പൊ നമ്മള് മൂവിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അതുകൂടാതെ തന്നെ നമ്മുടെ ഫസ്റ്റ് സിംഗിൾ വീഡിയോ ഇട്ടപ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മള് മറ്റേ പാട്ട് വെച്ചാണ് ചെയ്തത്. ലിറിക്സ് ചാറ്റ് ജിപിടി സുനോ വെച്ചാണ് പാട്ട് കമ്പോസ് ചെയ്തത്. സോങ് ഫസ്റ്റ് മുമ്പേ ഒരു ഷോർട്ട് സ്കെച്ച് ആയിട്ട് പറഞ്ഞിരുന്നു. ഷോർട്ട് സ്കെച്ച് അല്ല, അനൗൺസ്മെന്റ് വീഡിയോ ആയിട്ട് പറഞ്ഞിരുന്നത്. ഷോർട്ട് സ്കെച്ച് പോലെ തന്നെ ഒരു പ്രമോഷൻ രീതി ഏകദേശം അതൊക്കെ ആയിരുന്നു. എന്നാലും മെയിനായിട്ട് ഇപ്പൊ നമ്മുടെ ഒരു 2 മാസമായിട്ട് നമ്മുടെ വീഡിയോസ് 10 താഴെ വ്യൂസ് പോയിട്ടില്ല. 100-ന് നല്ല അത്യാവശ്യം കിട്ടുന്നുണ്ട്. 100-ല് നമുക്ക് എത്രയോ ഏകദേശം 4 വീഡിയോ എങ്ങാണ്ട് നമുക്ക് 100-ന് മുകളിൽ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് മറ്റേ കില്ലർ ബീന്റെ ഗെയിമിംഗ് വീഡിയോ, അതെങ്ങനെ അത്ര വ്യൂസ് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അതിന്റെ ഫസ്റ്റ് പാർട്ട് 111 എങ്ങാണ്ട് അടിച്ചു. പിന്നെ ഇൻട്രൊഡക്ഷൻ വീഡിയോ 315. പിന്നെ ഇത് അനൗൺസ്മെന്റ് അങ്ങനെ 2 ഷോട്ട് മറ്റേ ഡാൻസിന്റെ. ശരിയാണ്. അങ്ങനെ മൊത്തത്തിൽ ചേർക്കണെങ്കിൽ നമുക്കിപ്പോ 4 വീഡിയോ 6 നമുക്ക് ഉണ്ട്. അല്ല 4 3 5 6 7 അല്ല 4 വീഡിയോ 5 6 7 വീഡിയോസ് നമുക്ക് ടോട്ടലി നമ്മുടെ ചാനലുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് മെയിനായിട്ട്
ആയിട്ട് എല്ലാരും ചോദിച്ചതല്ല, നമുക്ക് പറയാൻ താല്പര്യം ഇല്ലാത്ത കാര്യമാണ്. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മള് അത് എനിക്ക് സീരിയസ്ലി ഉദ്ദേശം എന്ന കാര്യമായിരുന്നു. ഇപ്പം ഒരാളെ വിളിക്കുമ്പോ ഒരാൾ എത്തുമ്പോ മറ്റൊരാൾ കാണൂല. അങ്ങനെയാണ് നമ്മുടെ ഷൂട്ടിങ്ങിന്റെ ശരിക്കും ഡിലേ ആയ അവസ്ഥ. പിന്നെ അങ്ങനെ ഇപ്പൊ അരുണ കാണിച്ചിട്ടില്ല. ആ ലാസ്റ്റത്തെ അരുണയാണ്. അപ്പൊ അരുണയും കിളിയും, അരുണ പോയ കിളി കാണും, കിളി പോയ അരുണ കാണും. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് നമ്മള് 3 പേര് കണ്ടപ്പോഴാണ്, നമ്മള് 4 പേര് കണ്ടപ്പോഴാണ് മെയ് 3 അന്ന് മാത്രമേ അവള് ഷൂട്ടിന് വന്നിട്ടുള്ളൂ. ആ ഒരു ദിവസം മാത്രമേ വന്നിട്ടുള്ളൂ. അല്ല, വേറെ ദിവസം വന്ന് ഏപ്രിൽ 1 വന്നു. അന്ന് ഇവരാരില്ലായിരുന്നു, ഇവനില്ലായിരുന്നു, കിളി നാട്ടിലില്ലായിരുന്നു. കിളി എന്ന് പറഞ്ഞു അറിയാലോ. അങ്ങനെ ഫുള്ളി ഒരു ഷോക്കായിപ്പോയി. നമ്മള് ഭയങ്കര ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം ഒരു ദിവസം ഉച്ചയ്ക്ക് പോയി എടുത്ത് ക്യാമറ ഒക്കെ കംപ്ലൈന്റ് ആയി, വെയില് കാരണം. ഈ ക്യാമറ അല്ല, ചേട്ടന്റെ നമ്മുടെ ക്യാമറ. വെക്കേഷൻ ടൈമില് ഒരു പ്ലേയിങ് സീൻ ഉണ്ടായിരുന്നു, അങ്ങനെ ബാഡ്മിന്റൺ സീൻ. അപ്പൊ അതില് ടെമ്പറേച്ചർ കാരണം ഫോണിന് നമ്മൾ ഉച്ചയ്ക്ക് 2:30 സമയത്താണ് പോയത്. ഏപ്രിൽ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. ഫോൺ വരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല, അത്രയും ചൂടായിരുന്നു. എടുത്തിട്ട് വീഡിയോ കാണാൻ പറ്റില്ല. വീട്ടിൽ ചെന്ന് കണ്ടപ്പോ പന്നെ അത് വീഡിയോ പിന്നെ പോയി, ക്യാമറ. പിന്നെ വീണ്ടും നമ്മൾ പോയി എടുത്ത് ഫ്രഷ് ആയിട്ട് ഒരു 4 മണി 5 മണി സമയത്ത്. പിന്നെ നമുക്ക് ഒരുപാട് പിന്നെ രാത്രിത്തെ കുറെ സീൻ നമ്മൾ കുറെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇറങ്ങി ഓടുന്നതല്ലേ, എന്റെ കാലൊക്കെ പോയി. ഒരുപാട് സീൻ ഉണ്ട് രാത്രി, നൈറ്റ് പോർഷൻസ് കുറെ ഉണ്ട്. ഒരുപാട് റീടേക്ക് ചെയ്തു, നമ്മുടെ കാലൊക്കെ പോയി. അതൊക്കെ ഫുള്ള് വേസ്റ്റ് ആയി. എന്റെ ശരിക്കും ഉപ്പൂറ്റിയൊക്കെ നല്ലോണം മേടിച്ച് സീനായിരുന്നു, അതൊക്കെ മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ സ്ക്രിപ്റ്റ് ഞാൻ 56 പേജ് ജനുവരി തൊട്ട് ഞാൻ ഇറങ്ങി തുടങ്ങിയത് 56. ജനുവരി എത്രയായപ്പോഴാണ് ഞാൻ ജനുവരി 1-ാം തീയതി തൊട്ട് എങ്ങാണ്ട് എഴുതി തുടങ്ങിയത്. ഞാൻ 72. ഏകദേശം അത്ര എത്തിയിട്ട് ഫുള്ള് വേസ്റ്റ് ആയിപ്പോയി. ഒരു ബുക്ക് നിറച്ചു. ഇതിന്റെ സെക്കൻഡ് പാർട്ടിനെ കുറച്ച് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ചേട്ടന്റെ അല്ല എന്റെ, ഞാൻ 2 ബുക്കിലായിട്ട് എഴുതിയത്, 2 ബുക്കും മിസ്സായി പോയി. അതുകൊണ്ട് നമ്മളൊരു കാര്യം തീരുമാനിച്ചു, ഇനി നമ്മൾ എഴുതണമെങ്കിൽ നമ്മള് മാക്ബുക്കിൽ അല്ലെങ്കിൽ ഫോണിലെല്ലാം നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ കളഞ്ഞു പോകും, ഉറപ്പാണ് കളഞ്ഞു പോകും. ഇതാവുമ്പോ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഫോണൊക്കെ ആകുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്, അപ്പൊ നമുക്ക് കൊണ്ടുപോകണം. ബുക്കൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഇത് കൊണ്ടുവരുമായിരുന്നു. അപ്പൊ ഭയങ്കര പാടാണ്. മാത്രമല്ല ഷൂട്ടിങ്ങിനൊക്കെ നമ്മള് രാത്രി ഒരു സീനിൽ റോഡിലൊരു സീനായിരുന്നു. അപ്പൊ ഈ റോഡിൽ പോകുമ്പം നമുക്കത് പറയാൻ പറ്റത്തില്ല. എന്താ വെച്ചാൽ ബുക്ക് തുറന്ന് ലൈറ്റ് പിടിക്കുക ഒരാള്, ക്യാമറ പിടിക്കുക ഒരാള്, അഭിനയിക്കുക ഒരാള്, ബുക്ക് പിടിക്കുക ഒരാള്, പിന്നെ ഒട്ടുമിക്ക എല്ലാം നമ്മൾ ചെയ്തത്. മാത്രമല്ല എന്തൊക്കെയായിരുന്നു, പിന്നെ ഡിലേ ആവാനുള്ള മെയിൻ കാര്യം കിളിയായിരുന്നു. കാരണം കിളി മെയ്യിൽ എങ്ങാണ്ടോ പോയതാണ്. പിന്നെ ഞങ്ങൾ ഒരു ദിവസം എങ്ങാണ്ടോ വന്നു, പിന്നെ അന്ന് ഒന്നും ഷൂട്ട് ചെയ്തില്ല. അതിനിടയ്ക്ക് ഈ ഇടയ്ക്ക് വന്നപ്പോ വേറൊരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തു, അതും കംപ്ലീറ്റ് ആയില്ല. അതിന്റെ അങ്ങനെ കൊറേ. ഇപ്പൊ നിങ്ങൾ ചോദിക്കാം അന്ന് നിങ്ങൾക്ക് കൂവി എടുത്തോളായിരുന്നു, പക്ഷെ അന്ന് പറ്റൂല. പെരും മഴ കറണ്ട് പോയിരിക്കുന്നു, പെരും മഴ. മാത്രല്ല നമ്മുടെ ഹെയർ സ്റ്റൈല് മാറി, എന്റെ മുടിയൊക്കെ വെട്ടിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇനി പിന്നെ നമ്മള് വേറെ സംഭവത്തിൽ എത്തി, ഫേസ് വാപ്പ്. അത് കംപ്ലീറ്റ് ആവില്ല, പക്ഷെ അത് ചെയ്യാൻ നമ്മുടെ ഫേസ് വാപ്പ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. മുഖം മാറ്റി വെക്കുക, ഒരു ട്യൂബിനെ പോലെ നിർത്തിയിട്ട് വേണ്ട ആക്ടറിന്റെ മുഖം മാറ്റി വെക്കണം, അതുപോലെ ചെയ്യണം. നമ്മള് കൽക്കി ഗോട്ട് പക്ഷെ ഡി ഏജിങ് ആണ്. പക്ഷെ 2 അച്ഛനും മകനും കൂടി വരുന്ന സീൻസിൽ
നമ്മൾ ഇതില് നോക്കാൻ വേണ്ട അങ്ങനെ. ഇപ്പൊ നമുക്കൊന്നും പറ്റിയില്ലെങ്കിൽ എനിക്ക് എന്തായാലും കിളിയുടെ മുഖം ശരിയാവൂല. അതുകൊണ്ട് ബോഡി ടൈപ്പ് ചേട്ടനാണ് അവന്റെ ഡ്യൂപ്പ്. ഒക്കെ ഇച്ചിരി ഡിഫറൻസ് ഉണ്ടെങ്കിലും അവന്റെ ബോഡി എല്ലാം സെയിം. ഹെയർ സ്റ്റൈലും കൂടി ശരിയാണ്. പക്ഷെ ആകെ ഒരു സീനേ ഉള്ളൂ, ഡ്രസ് മാറ്റുന്ന കാര്യം ഭയങ്കര ഒരു പാടായിരിക്കും. നമ്മൾ ഇപ്പൊ ഉറപ്പ് പറയാനില്ല അങ്ങനെ തന്നെ എടുക്കുമെന്ന്. നമുക്ക് നോക്കാം. പക്ഷെ ഇത് ലാഗാവും. അടുത്ത വർഷം ഇനി ഗൂഗിൾ റിലീസ് ചെയ്യാൻ പറ്റൂ. അടുത്ത വർഷം ബാക്കി ഷൂട്ട് ചെയ്യാൻ തന്നെ പറ്റും. 2025 ഓണോ ക്രിസ്മസിനോ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഉറപ്പായിട്ടും വരും. നമ്മള് ഡ്രോപ്പ് ചെയ്ത് 2025 ഉറപ്പായിട്ടും വരും. നമ്മൾ ഡ്രോപ്പ് ചെയ്തെന്ന് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മള് ഫസ്റ്റ് സിംഗിൾ ഇടേണ്ട കാര്യമില്ലല്ലോ. ഇനിയും വരും. ഫസ്റ്റ് സിംഗിൾ മാത്രമല്ല, ഇനിയും പാട്ടുണ്ട്. ഇനിയുണ്ട്. എന്തായാലും ഡ്രോപ്പ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. മാത്രമല്ല കിളി വന്ന സമയത്ത് നമ്മൾ മൂന്നുപേരും കൂടെ ഈ ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് നമ്മൾ ഇവരെ രണ്ടുപേരും ഇൻട്രൊഡക്ഷൻ ചെയ്ത്, മാത്രമല്ല ഗൂഗയുടെ നമ്മുടെ അവസ്ഥയെ പറ്റിയൊക്കെ പറഞ്ഞു. അല്ല നമ്മൾ ഒന്നും പറഞ്ഞില്ല മൂവിയെ കുറിച്ച് അല്ലേ. പ്രത്യേകിച്ച് എന്താണ് ഗൂഗിൾ ഗെയിം, എന്താണ് നമുക്ക് നേരിട്ട് അനുഭവം ഒന്നും പറഞ്ഞില്ല നമ്മള്. അപ്പൊ ഈ സിനിമയില് നമ്മള് നേരിട്ടിട്ടും നമ്മൾ ചേർക്കാത്ത കുറെ സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇൻട്രൊഡക്ഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ കിളിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു ഓളമായിരുന്നു. നിങ്ങൾ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, സീനായിരുന്നു സത്യം പറഞ്ഞ. അതുപോലെയല്ല, അത് കുറച്ച് പാർട്ട് മാത്രമല്ലേ. അതുപോലെ അല്ല സത്യം പറഞ്ഞ. അതിലും ഞങ്ങള് ഫുള്ള് വൈബാ. ഞങ്ങള് മൂന്നുപേരും കൂടെ കൂടിയാ അങ്ങോട്ട് കളിയാക്കി ഇങ്ങോട്ട് കളിയാക്കി ഫുള്ള് ഓളാ ഞങ്ങള്. അപ്പം രാത്രി ഇപ്പൊ കിടക്കാനായിരുന്നു അതോ നമ്മള് വീട്ടിൽ പോകണമെന്ന്. മിക്കവരും ഇവ രണ്ടുപേരും എന്റെ വീട്ടിലായിരിക്കും. ഇവിടെ നമ്മള് സിറ്റ് ഔട്ടില്ല പുറത്ത്. അല്ലെങ്കിൽ കിളിയുടെ വീട്ടിലായിരിക്കും ഞങ്ങളെ രണ്ടുപേരും. ഇവിടെ ഏതെങ്കിലും നോക്കിയാണ് നമ്മളെ മൂന്നുപേരെയും കാണാം. ഞാൻ ഇവിടത്തെ എന്റെ വീട്ടിൽ പോലും കയറൂല. ഞാൻ ആദ്യം കയറണം ഈ വീട്ടിലാണ്. ഇവ ഇവിടെ വന്നാ നമ്മൾ രണ്ടുപേരും അവന്റെ വീട്ടിലോട്ട് പോകും. അവന്റെ വീട് അത്രയൊന്നുമില്ല, ഇതിന്റെ തൊട്ട് ഫ്രണ്ടിലാണ്. ഇതൊരു ലൈൻ പോലെയാണ്. എല്ലാം ഒരുപോലെയാണ്. എല്ലാ വീടും ഒരുപോലെയാണ്. ഇപ്പൊ അവൻ പോയി നാട്ടിലോട്ട് പോയി, വീട് വിറ്റ് ആലപ്പുഴയിലോട്ട് പോയി. അവന്റെ സ്വന്തക്കാര് തന്നെയാണെന്നാണ് പറയുന്നത്. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട, അവരെ കുറിച്ച് പറയണ്ട. നമ്മളെന്തിനാ അവരെ കുറിച്ച് പറയണ്ട. വിറ്റാര്യം പറഞ്ഞു, വിറ്റാര്യം പറഞ്ഞു, പോയി പറഞ്ഞു. അപ്പൊ വീട് അവരൊക്കെ കിളി അവന്റെ അച്ഛനും അമ്മയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അവൻ വരാൻ അവന്റെ നമ്മള് ഗൂഗിൾ എടുത്ത സമയത്ത് അവന്റെ വീടൊക്കെ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. അവന്റെ വീട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അതൊക്കെ ഇനി അത് വലിയ സീനില്ല. പക്ഷെ അതെങ്ങനെയെങ്കിലും ഒപ്പിക്കാം. പക്ഷെ അവന് അത് ഒന്നാമത്തെ കാര്യം. പിന്നെ വേറൊരാളുടെ ഡേറ്റ് കൂടി നോക്കണം. നമ്മള് ഈ എന്തായിരുന്നു നമ്മൾ അനൗൺസ്മെന്റ് വീഡിയോ എടുത്ത സമയത്ത് സത്യം പറഞ്ഞ അവൻ അവിടെ ഇല്ല. പൂട്ടി കിടക്കുന്ന കാണിച്ച വീടാണ് അവന്റെ വീട്. ആ കാണിച്ച വീടാണ്. അത്ര ദൂരേ ഉള്ളൂ. എന്നെ കാണിക്കുന്ന ഷോട്ടില് തൊട്ടിപ്പുറത്താണ് അവന്റെ വീട്. അപ്പൊ അത്ര ദൂരം എന്റെ വീട്ടിൽ നിന്ന് അവന്റെ വീടിന്റെ ഉൾവശം വരെ കാണാം. അവന്റെ വീടിന്റെ ഹോൾ വരെ കാണാം. അത്രക്കും ക്ലോസ് ആണ്. ഒരു മതില് ചാടേണ്ട അത്രയില്ല. ഗേറ്റ് തുറന്ന അവന്റെ വീടാണ് അപ്പുറത്ത്. ഒരു 5 അടി വെച്ചാൽ മതി കാല്. നമ്മള് ഫസ്റ്റ് ഹാഫ് പോലും കംപ്ലീറ്റ് ആക്കിയില്ല ഗൂഗിൾ ഷൂട്ട് ചെയ്ത്. അതിനു മുന്നേ തന്നെ കൊറേ പ്രശ്നങ്ങളായി. ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് തീരാറായ സമയത്തായിരുന്നു. പിന്നെ വേറൊരാൾ ഡേറ്റ് ശരിയാവില്ല. അരുണ ഇതുവരെ കാണിക്കാത്ത ഒരാളാണ്. ഒരു ദിവസം വന്നിട്ട് ഒരു സീൻ അങ്ങോട്ട് എടുത്തിട്ട് പോയി. അത് ഇനി ശരിയായിട്ടില്ല. അത് ഇനി ശരിയാക്കണം. മിക്കവാറും ഗൂഗിൾ ഫുള്ള് നമ്മൾ റീഷൂട്ട് ചെയ്യും. സ്ക്രിപ്റ്റിൽ ഒരു ചേഞ്ച് വരുത്തി അടുത്ത വെക്കേഷന് ഫുള്ള് തുടക്കം തൊട്ടാ ഞങ്ങൾ റീഷൂട്ട് ചെയ്യും. 2025 സമ്മർ വെക്കേഷൻ വരെ നമുക്ക് നോക്കാം. അതേ ഇനി പറ്റൂ ബാക്കി ഷൂട്ട്. ഇതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ഒക്കെ വരും.
മാത്രല്ല ഫസ്റ്റ് സിംഗിൾ സെക്കൻഡ് സിംഗിൾ ഒക്കെ വരും. മാത്രല്ല പുതിയ പുതിയ ഷോർട്ട് ഫിലിം ഒക്കെ വരും. അത് അതൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട്. നീ അത് നമ്മുടെ പേരൊന്നും പറയണ്ട, ആ പ്ലോട്ടൊന്നും പറയണ്ട. നമ്മളിപ്പോ ഒരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മള് പേര് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. താൽക്കാലികമായ ഒരു പേരാണ്. അതിന്റെ പേരാണ് വിദ്യാലയ തമാശകൾ. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം സ്കൂളിനെ ബന്ധപ്പെട്ടാണ്. അപ്പം സ്ക്രിപ്റ്റും സ്ക്രിപ്റ്റിന്റെ ഡയറക്ഷനില്ലേ ഞാൻ എനിക്ക് പെട്ടെന്ന് അറിയാം. എനിക്ക് ഇപ്പൊ ഗൂഗിൾ എടുത്ത് തുടങ്ങിയപ്പോ തൊട്ടേ ഇപ്പൊ ഞങ്ങളുടെ മൈൻഡില്, ഞങ്ങളുടെ രണ്ടുപേരുടെ മൈൻഡില് ചേട്ടന് വരുന്നുണ്ട് അങ്ങനെ എന്ന് വെച്ചാൽ ആ ചേട്ടൻ കുറെ പണ്ടാ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ തൊട്ടാണ് വരുന്നത്. ഗൂഗിൾ ഞാൻ എഴുതി തുടങ്ങിയ പിന്നെ എനിക്ക് എന്തെങ്കിലും ഇപ്പൊ വീട്ടുകാരായിട്ട് വല്ല സംസാരിച്ച ആ ഒരു ചെറിയൊരു ഡയലോഗ്, അതിലൊരു വീട്ടുകാരാണ് ഒരു ചെറിയ ഡയലോഗ് മതി എനിക്ക് അതൊരു കഥയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് അതൊരു വലിയ സ്റ്റോറി. ഓ സത്യം ശരിക്കും ഒരു സംഭവത്തിൽ ഉണ്ടായിരുന്നു. ആ സംഭവം ഉണ്ടായില്ലെങ്കിൽ ഗൂഗിൾ പണ്ട് നമ്മള് പ്ലാൻ ചെയ്ത ഒരു യൂട്യൂബേഴ്സ് വരുന്നു, അവിടെ ഉണ്ടാകുന്ന കുറച്ച് സംഭവമാണ് നമ്മൾ ഗൂഗിൾ. പക്ഷെ അത് ചെയ്തിരുന്നെങ്കിൽ ഫ്ലോപ്പ് ആയ. അത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അത് നമ്മള് 3 പേര്, കിളി ഉൾപ്പെടെ നമ്മൾ 3 പേര് ഒരു യൂട്യൂബേഴ്സ്. കല്യാണ സമയത്ത് അന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന. ഇല്ല അന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അറിഞ്ഞിട്ട് കൊറേ നാള് കഴിഞ്ഞിട്ടാണ് അവളെ എന്നെ അറിഞ്ഞത്. എന്നിട്ട് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്ത അപ്പൊ അവര് ഒരു വീട്ടിലേക്ക് അവിടെ പ്രേതവാദം തെളിയിക്കാൻ അവര് വരുന്നു. അവിടെ ഇറങ്ങി സംഭവിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്തിരുന്നെങ്കിൽ തീർന്നേ. അത് നല്ല ക്ലീശ കഥയായിപ്പോ. പക്ഷെ അതുകൊണ്ട് കൂടി നമ്മള് മോളി എന്നാണ് പ്ലാൻ ചെയ്തത്. നമ്മളെ വീടിന്റെ അടുത്ത് ഒരു വീട് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് അത് ചെയ്തത്. പിന്നെ ഈ ഇടയ്ക്ക് ഒരു സംഭവം നമ്മളെടുത്ത് കിളി വന്നപ്പോ റോബറി, അത് സ്പോട്ടിൽ അടിച്ചാണ്. പ്രിപ്പറേഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മള് മേക്കപ്പ് ഒന്നും ചെയ്തില്ല. നമ്മളൊന്നില്ല ഗൂഗിൾ പോലും നമ്മളൊന്നും ചെയ്തില്ല. മുടി ചെയ്യുന്നു, നേരെ വരുന്നു. മുടിയും ചെയ്യൂല. ഓ അത് മുടിയും ചെയ്യൂല. അതുകൊണ്ടാണ് നിങ്ങള് ഇങ്ങനെ അവനെ കാണുന്നത്. എന്റെ ഇങ്ങനെയൊന്നും അല്ല, ഇങ്ങനെ നടക്കുമായിരുന്നു. അവനിങ്ങനെ നടക്കും. മറ്റേ ആര്യ 2 കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ല അതുപോലെ അതിലെ മിസ്റ്റർ പെർഫെക്റ്റ് പോലെ. അത് കിളി കിളി അതുപോലെയാണ് കിളിയുടെ മുടി. അവൻ മുടിയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അല്ല അവ കല്യാണ സമയത്താണ് മുടി വളർത്തി. ഗൂഗിൾ സമയത്ത് മുടി വളർത്തിയിട്ടില്ല. മുടി വെട്ടിയ സമയത്തായിരുന്നു. മാത്രല്ല നിങ്ങൾക്ക് അറിയുമെന്ന് അറിഞ്ഞൂടാ, നമുക്ക് 2 പോസ്റ്റർ ശരിയായി. ഗൂഗിൾ 2 പോസ്റ്റർ 2 വർഷങ്ങളൊക്കെ ശരിയായി. പക്ഷെ അതൊക്കെ ഡിലീറ്റ് ആയി. നമ്മളെ പ്ലാൻ ഇതൊന്നുമില്ലേന്ന്. പോസ്റ്റർ അടിച്ചിറക്കണം, പ്രൊജക്ടർ, സ്ക്രീന്, സ്പീക്കർ, അതൊക്കെ സെപ്പറേറ്റ് വീഡിയോ വരെ ഇടായിരുന്നു യൂട്യൂബിൽ. ഇടേണ്ട സമയം കഴിഞ്ഞു. നമ്മള് സെപ്റ്റംബർ 13-നാണ് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മൾ ആദ്യം വിചാരിച്ചത് ഇവരോട് ഈ കാര്യം സംസാരിക്കുമ്പോ തന്നെ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ ഞാൻ ഇവര് പറയുന്നത് ഇവര് വിചാരിക്കുന്നത് ഇവിടത്തെ അയലത്തെ ആൾക്കാരൊക്കെ കൊണ്ട് കാണിക്കാന്നാണ്. അപ്പൊ ഇവരുടെ ആഗ്രഹം സത്യം പറഞ്ഞ ഫിലിം മേക്കിംഗ് നിന്നാണോന്നാണ്. കിളിയുടെ ആഗ്രഹം അതാണ്. അപ്പൊ ഇവരോട് ചെന്നിട്ട് എന്റെ ഇപ്പൊ അതായിപ്പോയി. അങ്ങനൊന്നുമല്ല സ്റ്റൂപ്പ. എനിക്ക് നേരത്തെ ഒരാഗ്രഹം ഇല്ലെന്ന് പറഞ്ഞ ഞാൻ ഇപ്പൊ ഫിലിം മേക്കിലോട്ടായി. എനിക്ക് അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. യൂട്യൂബർ ആവണമെന്നായി. അപ്പൊ യൂട്യൂബ് ഞാൻ തുടങ്ങിയത്. പക്ഷെ ഇവരോട് അരുണോട് ഒരു ദിവസം ഞാൻ ചേട്ടനോട്ട് ഫോണിൽ ചാറ്റ് ചെയ്തോണ്ടിരുന്നപ്പ ചേട്ടൻ ചോദിച്ചു, എടാ ഗൂഗിൾ ഇപ്പൊ നമ്മൾ എവിടെ ഇടും, നമുക്കൊരു ചാനൽ തുടങ്ങിയാലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാണ് വെറുതെ ഒരു ചാനൽ തുടങ്ങണം, എന്റെ ഒരു ചാനലുണ്ടല്ലോ. അപ്പൊ ചേട്ടൻ പറഞ്ഞാൽ കേട്ടി നിനക്ക് ചാനൽ തുടങ്ങാം. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തു. നോക്കിയപ്പോ അപ്പൊ 5 സബുണ്ട്. ഓ 5 സബുണ്ട്. എനിക്ക് തന്ന സമയം 4 പിന്നെ 5 ആയതായിരിക്കും. ഓ ശരിയാണ്. ചേട്ടന് തന്ന സമയത്ത് 10 വീഡിയോസ്, കാരണം അവൾ 4 സബ്. എന്നിട്ട് വേറെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തിട്ട് അത് അരുണയ്ക്ക് ചേട്ടൻ അയച്ചു കൊടുത്തു.
അല്ല ലിങ്ക് ഓ യൂട്യൂബ് ചാനൽ ലിങ്ക്. അപ്പൊ 5 സബ്. അതല്ല ഇത് മറ്റേ ഗൂഗയെ കുറിച്ച് പറഞ്ഞ വീഡിയോ ഷോർട്ട് ഉണ്ട്. അവർ യൂട്യൂബ് അത് അഴിച്ചു കൊടുത്തപ്പോ ഇവള് നോക്കിയപ്പം അന്ന് വലിയ വ്യൂസ് ഇല്ലായിരുന്നു ആ വീഡിയോക്ക്. ഇല്ല 10 താഴെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ അന്ന് അവള് നോക്കിയപ്പോ വെറും 5 സബ് 10 വീഡിയോസ്. പക്ഷെ ഇന്ന് നോക്കുമ്പോ 74 വീഡിയോസും 53 സബും. നമുക്ക് തോന്നുന്നില്ല അവള് സബും ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇല്ല സത്യം പറഞ്ഞാൽ അന്വേഷിക്കാറില്ല സീരിയസ് ആയിട്ട്. അവള് നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ 300 വ്യൂസ് അടിച്ചു പോലും അവൾക്ക് അറിഞ്ഞൂടാ. ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ട്. 100 ആയതുപോലെ അവൾ അറിഞ്ഞിട്ടില്ല. മാത്രമല്ല നമുക്ക് ഏറ്റവും ഭാഗ്യമുള്ള ഒരു മാസം ഒരു സെപ്റ്റംബർ അല്ലേ? സെപ്റ്റംബറും മെയ്. ഓ വെക്കേഷൻ മെയ് സമയത്ത് നമുക്ക് നല്ലോണം വ്യൂസ് കയറി. ഫസ്റ്റ് 100 വ്യൂസ്. ഓ ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ സ്പൈസി നൂഡിൽസ് മാഗി ഇട്ടപ്പോ ലാസ്റ്റ് ചേട്ടാന്ന് പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് വീഡിയോ അടിച്ചു ഓർമ്മണ്ട? അത് നിങ്ങൾ കണ്ടോ കേട്ട. അപ്പൊ അങ്ങനെ ഇൻട്രൊഡക്ഷൻ വീഡിയോക്ക് ശേഷം ഇട്ട വീഡിയോ ആയിരുന്നു സ്പൈസി നൂഡിൽസ്. അപ്പൊ അന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു എത്ര വ്യൂസ് ആണ്? 20 താഴെയാണ് ടോട്ടൽ വ്യൂസ്. ഓ 20 താഴെയായിരുന്നു. അല്ലല്ല 20 താഴെയായിരുന്നു അന്നത്തെ സബ് നമ്മുടെ. 20 15 പോലും ഇല്ലേ? ഓ 15 പോലും ഇല്ല. നമ്മള് എനിക്ക് തോന്നുന്നു ഏപ്രിലാണ് 15 ആക്കണം നമ്മള്. മറ്റേ ഫസ്റ്റ് ചാനൽ അടിച്ചു പോയി. ഫസ്റ്റ് ചാനൽ 16 ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും കൂടെ നോക്കിയില്ലേ? ഓ സത്യം. മാത്രമല്ല അതുപോലെ തന്നെ നമുക്ക് 3 ചാനൽ തിരിച്ചു കിട്ടി. അങ്ങനെ കുറെ സംഭവം ഉണ്ടായി ഈ മാസത്തിലും കഴിഞ്ഞ മാസത്തിലും ഒക്കെ. കൂടുതലായിട്ട് നമുക്ക് ഭാഗ്യം വന്നത് സെപ്റ്റംബർ, ഓഗസ്റ്റ്, പിന്നെ മെയ്, ഈ 3 മാസത്തിലായിരുന്നു. മെയ്യിൽ നമുക്ക് ആ വീഡിയോ ഇട്ടതിന് ശേഷം ഭയങ്കര വീസായിരുന്നു. ആ ഗൂഗയുടെ ഇതും ഭയങ്കര റീച്ചായിരുന്നു. ഇൻട്രൊഡക്ഷന് ശേഷം ഒട്ടുമിക്ക വീഡിയോസും 100 കിട്ടി. മാത്രമല്ല നമുക്ക് ഈ മാസമാണ് നമുക്ക് ഏറ്റവും, നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് മാർച്ചിലാണ് തുടങ്ങിയത്. മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നമുക്കിപ്പോൾ 7 മാസമായി. 7 മാസമായിട്ട് നമുക്ക് ഈ മാസത്തിൽ, ഈ 7ാം മാസത്തിലാണ് നമുക്ക് ഏറ്റവും സബ് കൂടിയ മാസം എടുത്തു പറയും. കാരണം 43-40 എങ്ങാണ്ടായിരുന്ന ചാനൽ 2-3 ദിവസം കൊണ്ടാണ് 53 അടിച്ചത് അല്ലേ? ഒരു ദിവസം വെച്ച് 2 സബ് അങ്ങാണ്ട് കൂടി. അത് ഭയങ്കര ഇതായിരുന്നു. മാത്രമല്ല നിങ്ങളുടെ ഒരു വലിയ നന്ദി പറഞ്ഞില്ലെങ്കിൽ ഒരു മര്യാദ. പിന്നെ മറ്റേ ആടിന്റെ കാര്യം പറഞ്ഞു. മറ്റേ അനൗൺസ്മെന്റ് നമ്മുടെ വീഡിയോക്ക്, നമ്മുടെ മറ്റേ അനൗൺസ്മെന്റ് വീഡിയോക്ക് ഫസ്റ്റ് ആയിട്ട് ആഡ് വന്നിട്ടുണ്ടായിരുന്നു. സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഇങ്ങനത്തെ പറയണുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോക്ക് അത് വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. അതിന് മാത്രം മറ്റേ സുനയെ കുറിച്ച് പറയണം. ആ അനൗൺസ്മെന്റ് വീഡിയോക്ക് മാത്രം ആഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും അറിയണം. നമ്മളെ ഏറ്റവും വ്യൂസ് കയറിയാലും പിന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷന് പോലും അതിനോലും ഇല്ലേ? 600 വ്യൂസ് ഇട്ടതിനോലും ഇല്ലേ? അതെ അവസാനം നമുക്ക് കിട്ടി അത്. പക്ഷെ അതുകൊണ്ടൊന്നും തികയില്ല. 500 സബ് ആയാലും നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടി തുടങ്ങും. കാസ് അപ്പൊ 500 വരെ ഒരു 100 അടിച്ചാൽ മതി. ഞങ്ങൾക്ക് അത്രയും മതി. അത്രയും കോൺഫിഡൻസ് നിങ്ങൾ തന്നല്ലോ. ഒരു 100. ഇപ്പം നമ്മൾ 100 കഴിഞ്ഞ് 53ാമത്തെ സബ്ബാണ്. ഇപ്പൊ ഒരു എത്രയാ, 47 കൂടെ ആക്കി തന്ന കറക്റ്റ് 100. അതുപോലെ തന്നെ ഗൂഗിൾ റിലീസ് ചെയ്യുമ്പം അതിന് സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് എടുക്കണേ. കാരണം ഇത്രയും മാസം നമുക്ക് വെയിറ്റ് ചെയ്യണം ഒത്തുവരാൻ, ഡേറ്റ് ഒക്കെ ഒത്തുവരാൻ. ഈ കിളി മാത്രം വന്നിട്ടും കാര്യമില്ല, വേറൊരാളും കൂടിയുണ്ട്. അങ്ങനെ കുറെ നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ബുദ്ധിമുട്ടി. എനിക്ക് ഓരോ ഷോർട്ട് സ്കെച്ച് എടുക്കുമ്പോഴും മെയിനായിട്ട് കട്ട് ആക്ഷൻ ഈ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക്
കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്ത് കിട്ടുമ്പോൾ കുറച്ച് വേർഡ്സ് എന്ന് വെച്ചാൽ അടുത്ത ഇപ്പൊ നിങ്ങൾക്ക് അശ്വത്ഥാമ ഞാൻ ഇപ്പൊ പുതിയതായിട്ട് ഷോർട്ട് സ്കെച്ചില് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു വട്ടം അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കിട്ടിയപ്പോൾ അതിന്റെ തുടക്കം തൊട്ട് കുറച്ച് വേർഡ്സ് ഒന്നും എനിക്ക് കിട്ടാനില്ല, അല്ല അങ്ങ് കട്ടായി പോയി. അവസാനം ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ ഷൂട്ട് ചെയ്തിട്ട് പിന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്തെടുത്തത്. അത്രയ്ക്കും മെയിനായിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാൻ ഇടല് പരിപാടി നടക്കൂല. ഇപ്പോഴും ഇട്ടിട്ടില്ല. മാത്രമല്ല ആ ഫാനിന്റെ സൗണ്ട് നേരെ സ്പീക്കറിൽ അടിച്ചു കയറും. അങ്ങനെ കുറെ പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? പ്ലേയിങ് സീനിലും അതായിരുന്നു പ്രശ്നമല്ലേ? പ്ലേയിങ് സീനിലും അതായിരുന്നു, കാറ്റടിച്ചിട്ട് ഫുള്ള്. പ്ലേയിങ് സീൻ അത്രയും കുഴപ്പമില്ല, കാരണം നമ്മൾ ഡബ് ചെയ്യൂല. പിന്നെ ഇത് നമ്മൾ ഡബ് ചെയ്യണ്ടായിരുന്നു എടുക്കാം. ഇങ്ങനെ കുറെ പ്രശ്നമുണ്ട്. ഒരിക്കലും നമ്മള് ഗൂഗിൾ ഡ്രോപ്പ് ചെയ്യില്ല. എത്ര ലേറ്റ് ആയാലും ഡിലേ ആവും, അത് ഉറപ്പായും ഡിലേ നമ്മളിപ്പോ പറയുന്നുണ്ട്. കാരണം അടുത്ത വർഷം ഇനി ഷൂട്ട് നടക്കും കണക്കാണെങ്കിൽ. കാരണം അവനിപ്പോ നാട് മാറിപ്പോയി, നമ്മളിപ്പോ തിരുവനന്തപുരത്താണ്, ആലപ്പുഴ എവിടെയായിരുന്നു? കുട്ടനാട് ഹരിപ്പാട്. ഇപ്പൊ അവന്റെ ഒരു വീഡിയോ വരുന്നുണ്ട്, അവന്റെ മാത്രമായിട്ട് ഒരു വീഡിയോ. അതിപ്പോ അവനിനി മിക്കവാറും ഒരു ജനുവരി ഫെബ്രുവരി ടൈമിലാവും വരും. അപ്പൊ അവന്റെ ഒരു സിംഗിൾ വീഡിയോ നമ്മൾ വരും. മാത്രമല്ല അവന്റെ ഒരു വീഡിയോ അവൻ ഷൂട്ട് ചെയ്തിട്ട് ചേട്ടന് എഡിറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കഴിഞ്ഞിട്ട് വേണം എനിക്കതൊന്ന് കാണാൻ. അപ്പം എത്ര നാളെടുക്കും? അല്ല ഇത് ഈ വീഡിയോക്ക് എന്റെ വീഡിയോ അത്യാവശ്യം സമയം എടുക്കും, കാരണം കുറച്ച് പണിയുണ്ട് എനിക്കല്ലാതെ. അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറെ അസൈൻമെന്റ് ഹോംവർക്ക് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. എന്റെ എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്ത്, എന്റെ ഒന്നും ഇല്ലായിരുന്നു. എന്റെ മാത്സിന്റെ എന്താ വർക്കായിരുന്നു, അതൊക്കെ ഞാൻ തീർത്ത്. ചേട്ടൻ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇപ്പൊ എടുക്കുന്ന വീഡിയോ നമുക്ക് നേരെ എടുക്കായിരുന്നു. പക്ഷെ ചേട്ടൻ ചെന്നൈ പോയി ഇല്ലേ? ചെന്നൈയിലൊരു ബന്ധുവിന്റെ വീട്ടിൽ പോയി. ഇന്ന് ഇപ്പൊ രാവിലെ വന്നിട്ട് വയ്യാതെ കിടക്കുവായിരുന്നു. ഞാനൊന്നും പറയുന്നില്ല. എന്നിട്ട് ഞാൻ കുത്തി എണീപ്പിച്ചിട്ട് ആ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സന്ധ്യക്കാ എടുക്കുന്നത്. അല്ല ഗൂഗിൾക്ക് ഒരു ദിവസം ഇതായിരുന്നപ്പോഴും ഡിസ്കഷൻ നടന്നപ്പോഴും എനിക്ക് വയ്യായിരുന്നു. എന്നിട്ടും മറ്റേ ടൈറ്റിൽ കണ്ടുപിടിച്ചപ്പോ ബീനിങ് ഓഫ് എ കണ്ടുപിടിച്ച് കിടന്നിട്ട് കാര്യമില്ല, കിടന്നാ നടക്കും. നമ്മള് കഴിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. രാത്രി 10 മണിക്കാണ് നമ്മള് ഫുഡ് കഴിച്ച ഡിന്നറൊക്കെ. 10-10:30 ഷൂട്ട് ചെയ്യുമ്പോ നമ്മളൊന്നും അറിയില്ല, സമയം പോണതേ അറിയില്ല. കാരണം ഇല്ല. പക്ഷെ ഗൂഗിൾക്ക് നമ്മള് സത്യം പറഞ്ഞ ഭയങ്കര എടുത്തു. കാരണം നൈറ്റ് സീൻസിനെക്കാളും കൂടുതൽ നമുക്ക് ഡേ സീൻസ് ആയിരുന്നു. അപ്പം മോർണിംഗിന്റെ ഈവനിങ്ങിന്റെ കുറെ സീൻസ് എന്നുവെച്ചാൽ മാത്രമല്ല നമ്മുടെ ഫുഡൊക്കെ ഭയങ്കര ഡിലേ ആയിപ്പോയല്ലേ. രാത്രി നമ്മള് കുറെ രാത്രിയുള്ള പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം 12 മണിക്കാണ് നമ്മൾ കഴിച്ചത്. ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് 11 മണിക്ക് വരെ നമ്മള് പുറത്തിരിക്കുക സംസാരിച്ചോണ്ട്. അന്ന് കിളി പോണേന്റെ തലേ ഓർമ്മയുണ്ടോ? എത്ര 10:45 11:30 വീട്ടിൽ പോയി. ഇവിടെ രാവിലെ പോലും വരാത്ത ഒരാളുണ്ട്. നമ്മൾ പറഞ്ഞില്ല അവളങ്ങനെയാണ്, ഫീമെയിൽ ക്യാരക്ടർ. അല്ല അവർക്കും അവരേതായിട്ടുള്ള ഇത് കാണും. എല്ലാവർക്കും ഒരുപോലെയാണ്, എല്ലാവരുടെയും സാഹചര്യം. അവർക്കും ചിലപ്പോ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവളെക്കാളും ദൂരം ഉണ്ട് ഇവിടെ നിന്ന് എനിക്ക്. നിനക്ക് എത്ര കിലോമീറ്റർ ആണ് ഇവിടുന്ന്? അവളെ വീട് വരെ ഇവിടെ നിന്ന് എന്റെ വീട് വരെ നമ്മുടെ അരുണയുടെ വീട് വരെ 2 കിലോമീറ്റർ ആണ്. ഒരു നടന്നാണെങ്കിൽ അല്ല വണ്ടിയിലാണെങ്കിലും എത്ര ഒരു 8 മിനിറ്റ് മതി. 5 മിനിറ്റ് 8 മിനിറ്റ് അതിനുള്ളിൽ എത്തും. 5 മിനിറ്റ് കൂടി പോയാൽ. എന്റെ ഒരു 3 കിലോമീറ്റർ ഉണ്ട് വണ്ടിയിലാണെങ്കിൽ. അപ്പൊ എന്തായാലും അപ്പൊ എന്റെ ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു 10 മിനിറ്റ്
10-15 മിനിറ്റ് അത്ര എടുക്കത്തില്ല. 10 കൂടി പോയി 10 മിനിറ്റ്. ഇപ്പം എത്ര പാടാണ് സത്യം പറഞ്ഞ നമ്മുടെ കേസ്. നിങ്ങൾ വിചാരിക്കും പോലെയല്ല. അതെ അതെ. രാവിലത്തെ സീൻ എടുക്കണം, ഉച്ചക്ക് സീൻ എടുക്കണം. അതിന്റെ ബഡ്ജറ്റ് എത്രയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോ. 3 ലക്ഷം. നമ്മള് എഡിറ്റ് ചെയ്യണതും ഫോണും എല്ലാം കൂടി ചേർത്താണ് ബഡ്ജറ്റ്. അല്ലാതെ നമ്മള് ആരും പൈസ ഒന്നും വാങ്ങണില്ല. ഓ ഇല്ല, അതില്ല. പൈസ എഡിറ്റിംഗ് ഡിവൈസ് മാക്ബുക്ക് പ്രോ, അതുകൊണ്ടാണ് ഇത്രയും വന്നത്. പിന്നെ ഫോണ് മറ്റേ നമ്മളെ സ്റ്റാൻഡ് ഇതിന് വേണ്ടി വാങ്ങിയ സ്റ്റാൻഡ് ഉണ്ട്. ഷൂട്ടിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യണം. അതിലാണ് ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. എന്റെ മൈക്ക് 600 രൂപ. മൈക്ക് പിന്നെ ക്ലീയുടെ ലാപ്പ്. മൈക്ക് 600 രൂപ, ഇത് 600 രൂപ. ക്ലീയുടെ ലാപ്ടോപ്പ്. ക്ലീ കാർത്തിക് അറിയാലോ നിങ്ങൾക്ക്. തെറ്റിദ്ധരി. ഇത് 2.5. എത്ര? കറക്റ്റ് റേറ്റ് അല്ലേ? 2 ലക്ഷം 1.5 ലക്ഷം അങ്ങനെ കുറെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോ കൂടെ പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഗൂഗിളെ കുറിച്ച്. ഡിലേ ആയത് റിലീസ് ഡേറ്റ് കഴിഞ്ഞിട്ടും അതിന്റെ ഫസ്റ്റ് വിങ്ങിൽ മാത്രമേ വന്നുള്ളൂ. ഒരിക്കലും ഡ്രോപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ഡിലേ ആയാലും നമ്മൾ അതിന്റേതായിട്ടുള്ള ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് തരും. ഒരിക്കലും ഇല്ല, അതില്ല. പ്രതീക്ഷിച്ച ഒരു ഇത് തന്നെ കിട്ടും. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടിട്ട് ആരും ഹൈപ്പ് വെച്ച് കയറ്റാൻ നോക്കണ്ട. കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി ചിലപ്പം എങ്ങാനും പാടിപ്പോ നിങ്ങളുടെ ഹൈപ്പിനൊത്ത് ഞങ്ങൾ എത്തില്ല. ഒരു കാര്യം പറയാം, ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. അത് ഉറപ്പാണ്. ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന ആവറേജ് ആണെങ്കിലും ഒരിക്കലും ഒരു ഫ്ലോപ്പ് അത്രയും വേസ്റ്റ് ആയിട്ട് പോകില്ല. പിന്നെ വേറെ ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങളെ നിരാശപ്പെടുത്തേണ്ടത് നിങ്ങൾക്കുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, ഷെയർ, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തോളാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അല്ലേ? ഇനി നമ്മൾ 3 പേരും ഒരുമിച്ച് ഇന്ന് കാണുമെന്ന് അറിഞ്ഞോ വീഡിയോ ക്ലിയർ ആയിട്ട്. വേറെ ഒരാളും കൂടി 4 പേരുണ്ട്. അപ്പൊ 4 പേരായിട്ട് പറ്റുമെങ്കിൽ മറ്റേ ആളെ നമുക്ക് കാണിക്കാൻ നോക്കാം. പറ്റുമെങ്കിൽ നോക്കാം. പറ്റുമെങ്കിൽ അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു.